ഈ ഹിജാബ് ധരിക്കുക എന്ന് പറയുന്നതിനുള്ള അവകാശം ഒരു മതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ, മതത്തിൻ്റെ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ കുട്ടിക്കുണ്ട്. അത് അവരുടെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാണ്. അതേസമയം തന്നെ സ്കൂളുകൾക്ക് ഒരു സ്കൂളിൽ ആവശ്യമായിട്ടുള്ള ഇക്വാലിറ്റി പ്രദാനം ചെയ്യുന്ന, അതിന് അച്ചടക്കം പ്രദാനം ചെയ്യുന്ന റീസണബിളായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ചെലുത്തുവാനായിട്ടുള്ള അധികാരമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിച്ച് ഇങ്ങനെയായിരുന്നു: സ്കൂളിൻ്റെ അവകാശത്തിൻ്റെ മുകളിലല്ല, ദ കളക്റ്റീവ് ഇൻട്രസ്റ്റ് ഓഫ് ദ സ്കൂളിൻ്റെ അവകാശത്തിൻ്റെ മുകളിലല്ല ആ വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശം എന്ന മൗലിക അവകാശം എന്ന് കണ്ടുപിടിക്കുകയായിരുന്നു. അങ്ങനെ ഹിജാബ് നെസസറി ആയിട്ടൊന്നതല്ല, സ്കൂൾ യൂണിഫോമിൽ വേണമെന്നുണ്ടെങ്കിൽ സ്കൂളിന് റെസ്ട്രിക്ഷൻസ് വരുത്താം, സ്കൂൾ മാനേജ്മെൻറ്റിന് റെസ്ട്രിക്ഷൻസും വരുത്താം എന്ന് കേരള ഹൈക്കോടതി വിധിക്കുകയാണ് 2018 കേസിൽ ചെയ്തത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ? ഈ രണ്ട് കേസുകളും പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, കളക്റ്റീവായിട്ട് ഒരു സംസ്ഥാനം മുഴുവൻ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ചില കുട്ടികളെ പൊതുവായിട്ട് ബാധിക്കും എന്നുള്ളതിനാൽ സർക്കാർ, സുപ്രീം കോടതി പറഞ്ഞു ഇത് റിലീജിയസ് പ്രാക്ടീസ് അല്ലെങ്കിലും ഹിജാബ് ധരിക്കാം. കേരളത്തിൻ്റെ കേസിൽ വന്നപ്പോൾ, ഒരു സ്കൂളിൻ്റെ കാര്യത്തിൽ വന്നപ്പോൾ പറഞ്ഞെന്താണ്, ദർ ഇസ് എ റീസണബിൾ റെസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ സ്കൂളിന് ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട് സമത്വം. നമുക്കറിയാം യൂണിഫോം എന്ന് പറയുന്നത് സമത്വമാണ്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരവസ്ഥയാണ്. കേരളത്തിൽ യൂണിഫോം തുടങ്ങിയത് ഇതിൽ ഉള്ളവനോ ഇല്ലാത്തവനോ വേർതിരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ചിന്തയോടു കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് റെസ്ട്രിക്ഷൻസ് വരുത്താമെന്ന് തന്നെ കേരള ഹൈക്കോടതി പറയുകയാണ്. അത് പേഴ്സണലായിട്ടുള്ള റൈറ്റിനെ അതിജീവിക്കും എന്ന് പറയുകയാണ്. ഇനി മറ്റൊന്നുകൂടി ഭരണഘടനാപരമായ ചിന്തയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്ന് പറയുക ആർട്ടിക്കിൾ 29 30 എന്താണ്? ന്യൂനപക്ഷ അവകാശങ്ങളാണ്. ന്യൂനപക്ഷ അവകാശങ്ങൾ വിദ്യാഭ്യാസ അവകാശമൊക്കെ എന്ന് പറയുമെങ്കിലും എന്താണ് വിദ്യാഭ്യാസ അവകാശത്തിലൂടെ പറയുക? ഒരു സമൂഹത്തിന്, അത് മതത്തിൻ്റെ പേരിലാണെങ്കിലും ഭാഷയുടെ പേരിലാണെങ്കിലുമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അധികാരമുണ്ട്. അതിനനുസരിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അവകാശമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുക. ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ അത് അപ്പോയിൻമെൻറ്റിൻ്റെ മറ്റും മാത്രമല്ല, അവരുടെ സംസ്കാരമനുസരിച്ച് ആ സ്കൂളിനെ മുന്നോട്ട് നടത്തി കൊടുക്കാനുള്ള ഭരണഘടനമായ ഒരു അവകാശവും ഉണ്ട് എന്ന് തിരിച്ചറിയുക. അതെ, ഇതാണ് നിയമപരമായിട്ടുള്ള ഈ കേസിലെ സ്റ്റാൻഡിങ്സ്.